ലോർഡ്. കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. प्रभु के नाम की स्तुति हो। इस अच्छे समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। हम तीतोस के खत तीसरा अध्याय उसका 3 से लेके 8 वचन में से रुकर जो है सैल्वेशन के बारे में हम लोग देख रहे थे। पिछले कुछ महीनों से हम लोग इस पैसेज को मनन कर रहे हैं और हमने काफ़ी बातें इस पैसेज में से देखा। കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3 തൊട്ട് 8 വരെയുള്ള വാക്യത്തിൽ നിന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം പഠിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കർത്താവ് നമുക്ക് കൃപ തന്നു. हमने देखा द नीड ऑफ साल्वेशन, രക്ഷയുടെ ആവശ്യം. വേഴ്സസ് 3 में हमने देखा द सोर्स ऑफ साल्वेशन, രക്ഷയുടെ സ്രോതസ്. उसके बाद हमने देखा द ग्राउंड ऑफ साल्वेशन, രക്ഷയുടെ അടിസ്ഥാനം. ദ മീൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ മാധ്യം. ദ ഗോൾ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ലക്ഷ്യം. ഇങ്ങനെ വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ അടയാളങ്ങൾ, ദ എവിഡൻസ് ഓഫ് സാൽവേഷൻ. पिछले हफ्ता जो 2 हफ्ता पहले हमने देखा द एविडेंस ऑफ सैल्वेशन. हमने देखा कि डॉक्ट्रिन और लाइफ ये दोनों कनेक्टेड है. हमारा डॉक्ट्रिन भी प्योर होना चाहिए, लाइफ भी प्योर होना चाहिए. ഉപദേശ ശുദ്ധീകരണം ആവശ്യമാണ്, ജീവിതത്തിലും ശുദ്ധീകരണം ആവശ്യമാണ്. ഉപദേശവും നമ്മുടെ പെരുമാറ്റവും അത് ഒരുമിച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് നാം ലേഖനങ്ങളിൽ നിന്നും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു ഉപദേശം നമ്മൾ കാണുവാനിടയായി തീർന്നു തിരുവചനത്തിൽ കൂടെ. ഇന്ന് ഈ രക്ഷയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരണം. നാം കാണുവാനിടയായി തീർന്നത് നാം ചെയ്ത പ്രവൃത്തിയാലല്ല നമുക്ക് രക്ഷ കരസ്ഥമാക്കിയത്. പ്രത്യേകത യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്ത ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു. हमने देखा कि हमें उद्धार जो है हमारे भले कामों से नहीं मिला, बल्कि यीशु मसीह के जरिए से परमेश्वर ने हमारे जीवन में किया हुआ बातों को, पवित्र आत्मा हमें नवीकरण किया, हमें पवित्र आत्मा ने जो है शुद्ध करके हमें नया बनाया. इस कारण से जो है हमें उद्धार मिला करके हमने देखा. लेकिन उद्धार मिले हुए लोगों से परमेश्वर क्या चाहता है, वही बातों को जो है हम लोग ने देखा. द एविडेंस ऑफ साल्वेशन, तीतोस के खत 3 अध्याय उसका 8वां वचन. രക്ഷ പ്രവൃത്തിയാലല്ല, നമ്മുടെ നല്ല പ്രവൃത്തിയാലല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവർ സൽപ്രവൃത്തികൾ ചെയ്യണം എന്നാണ്. तीतोसिന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. तीतोस के खत उसका 3 अध्याय उसका 8वां वचन जब भी हम लोग पढ़ते हैं, वहां पर इस तरह लिखा है कि ये बात सच है और मैं चाहता हूं कि तू इन बातों के विषय में दृढ़ता से बोले, इसलिए कि जिन्होंने परमेश्वर की प्रतीति की है वे भले भले कामों में लगे रहने का ध्यान रखें. ये बात बलि और मनुष्यों के लाभ की है. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന്
ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. 8-ാം വാക്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരണം. यहाँ पर 8वां वचन में हम देखते हैं कि उद्धार पाए हुए लोग जो हैं भले भले काम करने के लिए वो अपने आप को जो है परमेश्वर के हाथ में समर्पित करना है. प्रियो, मैंने जिस तरह कहा, तीतुस के 3 अध्याय उसका 1 से लेके 8 जो है, इट इज द बेस्ट समरी ऑफ व्हाट इज सैल्वेशन. एंटायर न्यू टेस्टमेंट में उद्धार का एकदम बेस्ट समरी है टाइटस चैप्टर 3 वर्सेस 1-8. രക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന ഒരു സമ്മറിയാണ് തീത്തോസിന്റെ ലേഖനം 3:1-8 വരെയുള്ള വാക്യങ്ങൾ. ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്, our belief and behavior, doctrine and life, doctrine and practical life, ये एक सिक्के का 2 സൈഡ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് ഉപദേശവും ജീവിതവും. ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു നാണയത്തിൻ്റെ 2 വശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. अगर हमें केवल फेथ है, वो फेथ याकूब के पत्री में हम लोग पढ़ते हैं, फेथ है लेकिन वर्क्स नहीं है, तो इट इज द फेथ ऑफ डीमंस. വിശ്വാസമുണ്ട്, എന്നാൽ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയില്ല എങ്കിൽ ഭൂതങ്ങളുടെ വിശ്വാസമാണ്. ഭൂതങ്ങളും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവർ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചത് അവരുടെ ജീവിതത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യണം. विश्वास किए हुए लोगों के बारे में परमेश्वर चाहता है कि विश्वास करने के बाद विश्वास किए हुए बातें उनके जीवन में वो प्रैक्टिकली दिखना चाहिए. मत्ती का सुसमाचार 5वां अध्याय में हम देखते हैं कि तुम जगत की ज्योति हो, और ये ज्योति चमकना है. और ये ज्योति के बारे में वहां पर लिखा है कि इट इज अवर गुड वर्क्स, गुड डीड्स. वो गुड डीड्स को देखकर लोग जो है परमेश्वर की महिमा करेंगे. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു. നമ്മുടെ വെളിച്ചം അത് ജനം കണ്ടിട്ട്, ലോകം കണ്ടിട്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് സൽപ്രവർത്തികളെയാണ്. അങ്ങനെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഈ തീത്തോസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ये 8वां वचन में आने से पहले ये टाइटस लेटर का कॉन्टेक्स्ट को समझना थोड़ा ज़रूरी है. टाइटस पॉल का एक कोवर्कर है. क्रेते में पॉल ने उसको रख छोड़कर वहां पर उन्हें कुछ दौत्य दिया है. तीतोस के खत 1 अध्याय उसका 5वां वचन में देखते हैं, मैं इसलिए तुझे क्रेते में छोड़ आया ताकि तू शेष रही हुई बातों को सुधारे और मेरी आज्ञा के अनुसार नगर नगर प्राचीनों को नियुक्त करे. तो पॉल ने वहां पर चर्च पाइनर किया, लेकिन अभी भी और कुछ बातें सुधारना है. तो सुधारने के लिए और नगर नगरों में हाउस चर्चेस के अंदर
प्राचीनों को, एल्डर्स लोगों को नियुक्त करने के लिए तीतोस को वहां पर पौल ने भेजा है, नहीं तो रख छोड़ा है. തീത്തോസിനെ ക്രേത്തയിലേക്ക് വിട്ടേച്ചു പോകുന്നതിൻ്റെ കാരണം, തീത്തോസിനാണ് ഈ ലേഖനം എഴുതുന്നത്. തീത്തോസ് പൗലോസിൻ്റെ ഒരു കോ വർക്കറാണ്. ഈ ലേഖനം എഴുതുന്നതിൻ്റെ കാരണം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ സഭ പൈനർ ചെയ്തെങ്കിലും ഇനിയും ചില കാര്യങ്ങൾ അവിടെ ശേഷിക്കുന്നു. ആ ശേഷിക്കുന്ന കാര്യങ്ങളെ ക്രമത്തിലാക്കാനാണ് തീത്തോസിനെ അവിടെ പൗലോസ് വിട്ടേച്ചു പോകുന്നത്. അത് ക്രമത്തിലാക്കുന്നത് എങ്ങനെയാണ്? ക്രമത്തിലാക്കണമെങ്കിൽ ഒന്ന്, പട്ടണം തോറും മൂപ്പന്മാരെ ആക്കണം. അപ്പം മൂപ്പന്മാരെ എങ്ങനെ ആയിരിക്കണം? മൂപ്പൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം? മൂപ്പൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? വ്യക്തിപരമായ ജീവിതം എങ്ങനെയായിരിക്കണം? ഉപദേശം അറിയുകയും ഉപദേശം പഠിപ്പിക്കുകയും ചെയ്യുന്നവനായിരിക്കണം. ആ ഉപദേശത്തിന് വിരോധമായി ആരെങ്കിലും അതിനെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനെ റിഫ്യൂട്ട് ചെയ്യുന്നവനായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില ക്വാളിഫിക്കേഷൻസ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പം തീത്തോസ് ക്രമത്തിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവസഭയിൽ ആരോഗ്യമുള്ള, അങ്ങനെ തന്നെ ഞാൻ യൂസ് ചെയ്യണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉപദേശപരമായി ആരോഗ്യമുള്ള, ജീവിതപരമായി ആരോഗ്യമുള്ള സൗണ്ട് എൽഡേഴ്സ് വിത്ത് സൗണ്ട് ഡോക്ട്രിൻ, ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും വിശ്വസ്തയോടെ ജീവിക്കുന്ന, നല്ല കുടുംബജീവിതമുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതവും ഉപദേശം അറിയാമെന്ന മൂപ്പന്മാരെ നീ അവിടെയാക്കണം. देखिए, तो किस तरह तीतोस को क्रेते की कलीसिया को सुधारना है? वहां पर लिखा है कि शहर शहरों में प्राचीनों को नियुक्त करें. और वो प्राचीन का क्वालिफिकेशन वहां पर बड़ा क्लियरली लिखा है. 6 से आप पढ़ेंगे तो वहां पर देख सकते हैं. प्राचीन का प्राइवेट लाइफ, प्राचीन का फैमिली लाइफ, प्राचीन जो है, नहीं तो एल्डर जो है, प्रभु का वचन को जानने वाला और परमेश्वर का वचन को ठीक ठीक सिखाने वाला भी होना चाहिए. और अगर कोई इसका विरोध करे, ये तो प्रभु का वचन के विरुद्ध कॉन्ट्रडिक्शन अगर कोई करे, उसको समझाने वाला भी होना चाहिए, रिफ्यूट करने वाला भी होना चाहिए. उसका 9वां वचन में लिखा है. और विश्वास योग्य वचन पर वो जो धर्म उपदेश के अनुसार है स्थिर रहे, कि कड़ी शिक्षा से उपदेश दे सके और विवादियों का मुंह भी बंद कर सके. तो टाइटस जो अपॉइंट करने वाला पास्टर्स का पर्सनल लाइफ, फैमिली लाइफ, डॉक्ट्रिन ऐसा होना चाहिए. ऐसा കലിസിയാവും में सुधार लेके आने के लिए ടൈറ്റസ് कह रहा है. അപ്പം നമ്മൾ കണ്ടു എങ്ങനെയാണ് ക്രമത്തിൽ കൊണ്ടുവരേണ്ടത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ് തീത്തോസിനോട് പറയുന്നില്ല നീ ഒരു നല്ല ലാൻഡ് നോക്കണം, AC ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യണം, നല്ല PA സിസ്റ്റം ഉണ്ടാകണം, നല്ല കീബോർഡ് വേണം, നല്ല കൊയർ വേണം. പ്രിയമുള്ളവരെ, ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ദൈവസഭയെ ക്രമത്തിൽ കൊണ്ടുവരുന്നത് ഇതും കൊണ്ടല്ല. ഇവിടെ വളരെ ക്ലിയറാണ്. ജീവിതവും കുടുംബജീവിതവും ഉപദേശവും അത് അറിയുകയും ആ ഉപദേശം പഠിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നവരെ നീ സഭയിൽ മൂപ്പന്മാരായി അപ്പോയിന്റ് ചെയ്യണം. അപ്പം സൗണ്ട് ലീഡേഴ്സ്, സൗണ്ട് ടീച്ചിങ്, ഇത് രണ്ടിൽ കൂടെയാണ് ദൈവം ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, നീയോ പത്യ ഉപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ പോലെ ദൈവവചനത്തെ കോട്ടിമറിക്കുകയോ
ആ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കൊന്നും നിനക്ക് പറ്റത്തില്ല. നീ പത്യ ഉപദേശത്തിന് ചേരുന്നത് നീ പഠിപ്പിക്കണം ദൈവസഭയിൽ. അങ്ങനെയാണ് ദൈവസഭയിൽ ആ, क्रमത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. तो देखें कलीसिया को किस तरह सुधारना है, हम यहां पर गौर करें. पॉल तीतुस को ये नहीं कह रहा है कि अरे जाकर अच्छा एक लैंड देख, नहीं तो एसी फिटिंग कर बराबर से, अच्छा क्वायर है क्या देख, कीबोर्ड पीए सिस्टम सब प्रॉपर होना चाहिए. नो, मेरा कहने का मतलब ये सब जरूरत नहीं है, ये सब फिजूल की बात है, नहीं. मेरा कहने का मतलब ये है, कलीसिया को सुधारने के लिए ये सब चीजें काम नहीं आते. कलीसिया को सुधारना है तो प्रभु का वचन बोलने वाले प्रभु के दास लोग, जिनका पर्सनल लाइफ, फैमिली लाइफ और प्रभु का वचन ठीक ठीक रीति से सिखाने वाला हो, उस रीति से परमेश्वर जो है अपने कलीसिया को सुधारता है. तीतुस 2:1 में हम देख सकते हैं, तीतुस चैप्टर 2:1, पर तू ऐसी बात कहा कर जो करे उपदेश के योग्य है. तू मिलावट नहीं कर सकता है टाइटस. वचन का, वचन को जो है जिस तरह लिखा गया, जिस तरह बताया गया, जिस तरह तूने सीखा है, उस रीति से कहने के लिए जो है पौलुस तीतुस से कह रहा है. तो आपको एक बैकग्राउंड इसमें मिल गया होगा कर मैं विश्वास करता हूं. आइए तीतोस 3:8 में अपने ധ്യാൻ को लेके आएंगे. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 3:8 में हम ये देखते हैं, ये बात सच है. दिस इज अ फेथफुल सेइंग. अभी ये बात सच है, दिस इज अ फेथफुल सेइंग, यहां और बाकी 4 जगहों पर पॉल ने यह बात को रिपीट किया है. स्पेशली पास्टोरल लेटर्स में ये जो फॉर्मूला है, दिस इज अ फेथफुल सेइंग, ये बात सच है, खाली पास्टोरल लेटर्स में हम देख सकते हैं. पहला तीमुथियुस के खत 1 अध्याय उसका 15 वचन, 1 तीमुथियुस का खत 3 अध्याय उसका 1 वचन, 1 तीमुथियुस 4:9 और 2 तीमुथियुस 2:11 और ये तीतुस 3:8. ऐसे 5 जगहों पर ये बात को हम लोग देखते हैं. ये बात सच है. इसका मतलब क्या है? ये फ्रेज this phrase underscores the reliability and truthfulness of the teaching. पॉल जो ये फॉर्मूला इस्तेमाल करता है, एक डॉक्ट्रिन बोलने से पहले या डॉक्ट्रिन बोलने के बाद, ये फॉर्मूला इस्तेमाल करके बोलता है कि ये बात सच है. मतलब देयर इज नो चेंज. यू कैन फुल्ली ट्रस्ट, यू कैन फुल्ली बिलीव बिकॉज इट इज डिवाइनली इंस्पायर्ड and worthy of full acceptance. ഈ വചനം വിശ്വാസയോഗ്യം എന്നുള്ള ഈ പദം ഇടയ ലേഖനത്തിൽ നമുക്ക്, പ്രത്യേകിച്ച് തീമോത്തിയോസിന്റെയും തീത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 5 പ്രാവശ്യം ഈ ഒരു പദം യൂസ് ചെയ്തിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 3:8 നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യത്തിലുണ്ട്. അതല്ലാതെ തന്നെ 1 തീമോത്തിയോസ് 1:15 1 തീമോത്തിയോസ് 3:1, 1 തീമോത്തിയോസ് 4:9, 2 തീമോത്തിയോസ് 2:11. ഇവിടെ എല്ലാം ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൗലോസിന്റെ ഒരു രീതിയാണ്, അല്ല ആദ്യ നൂറ്റാണ്ട് സഭയുടെ ഒരു രീതിയാണ്. ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം പറഞ്ഞതിന് ശേഷം ആ ഉപദേശത്തിന് മുൻപോ അല്ല ആ ഉപദേശത്തിന് ശേഷമോ ഈ ഒരു പദം യൂസ് ചെയ്യാറുണ്ട്, ഈ വചനം വിശ്വാസയോഗ്യം. അതിൻ്റെ അർത്ഥം ഇത്
ദൈവഹിതമാണ്. ദൈവഹിതമായിരിക്കുന്ന ഡിവൈൻലി ഇൻസ്പയർഡ് ആണ്. അതായത് ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് വിശ്വസിക്കാൻ യോഗ്യമായിരിക്കും, എല്ലാവരും അംഗീകരിക്കേണ്ട വചനമാണിത്. കാരണം ഇത് ദൈവത്തിൻ്റെതാണിത്, ഇത് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ദൈവം പറഞ്ഞതായതുകൊണ്ട് ഇതിനെ നമുക്ക് വിശ്വസിക്കാം. വി ക്യാൻ റിലൈ ഓൺ ഇറ്റ്. അപ്പം പ്രിയരെ, ഈ വിശ്വാസയോഗ്യ വചനം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അത് നമുക്ക് നോക്കാം. तो प्रियो, ये बात सच है करके किसको, नहीं तो कौन क्या बात बोलने के बाद ये कह रहा है ये बात सच है? कौन सी बात सच है? चैप्टर 3 का 3 से लेके 7 वर्सेस में हमने ऑलरेडी प्रभु की दया से स्टडी किया. उसमें हमने देखा गॉस्पल से, यीशु मसीह का उद्धार से व्यक्तियों को परमेश्वर छुड़ाता है. गॉस्पल रिडीम्स पीपल. गॉस्पल इज ऑफ गॉड, परमेश्वर का काम है. तो 3 से लेके 7 तक गॉस्पल के उस बड़े डॉक्ट्रिन को, सैल्वेशन के बुनियादी टीचिंग्स को 3 से लेके 7 तक बताने के बाद 8वां वचन में पौलुस कहता है ये बात सच है. कौन सी बात? द गॉस्पल. अभी तक जो बोला वह बात, वो है उसका इमीडिएट कॉन्टेक्स्ट. पॉल ने सैल्वेशन के बारे में, उस उद्धार से इंसान को परमेश्वर छुटकारा देता है. छुटकारा इन द सेंस उद्धार देता है. पवित्र आत्मा उसे नया बनाता है. परमेश्वर का प्रेम उस पर प्रकट होता है और नित्य जीवन प्राप्त होता है. ये उद्धार का वचन सच है करके यहां पर पौलुस कहता है. ഇവിടെ ഈ വചനം വിശ്വാസയോഗ്യമെന്ന് ഇവിടെ പൗലോസ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഏത് വചനമാണ് വിശ്വാസയോഗ്യം? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ 8-ാം വാക്യത്തിൻ്റെ ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകണം. ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്തുവാ? 3 തൊട്ട് 7 വരെയുള്ള വാക്യമാണ് അതിൻ്റെ ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. അതിൻ്റെ പശ്ചാത്തലം നോക്കിക്കേ. നമ്മൾ ഇതുവരെ കണ്ടത് എന്താ? ദൈവത്തിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ ആ സ്നേഹം, മനുഷ്യപ്രീതി, മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം, കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൽ വീണ്ടും ജനിപ്പിച്ച് അവരെ നിത്യജീവൻ കൊടുക്കുന്ന ഈ രക്ഷയുടെ വചനത്തെക്കുറിച്ചാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും അംഗീകരിക്കേണ്ട വചനമാണ്. ഒരു മനുഷ്യൻ പോലും എനിക്കിത് വേണ്ട എന്ന് പറയാൻ കഴിയത്തില്ല. എല്ലാവരും പാപത്തിൻ്റെ അടിമകളാണ്. എല്ലാവരും ദൈവക്രോധത്തിൻ്റെ കീഴിലാണ്. എല്ലാവർക്കും ഈ രക്ഷ ആവശ്യമായതുകൊണ്ട് ഈ വചനം വിശ്വാസയോഗ്യം. ഇറ്റ്സ് എ ഫെയ്ത്ത്ഫുൾ, ट्रुथफुल, रिलायबल टीचिंग. देखिए, हर एक इंसान पापी है, पाप में गिरा हुआ है. हर एक इंसान को यीशु मसीह का उद्धार की जरूरत है. कोई ऐसा नहीं कह सकता कि मुझे नहीं चाहिए, आई एम केपेबल. नो वन कैन से. दैट इज वाई दिस इज अ ट्रस्टवर्दी सेइंग, वर्दी ऑफ एक्सेप्टेंस. ये बात सच है और हर एक लोग इसे अंगीकार करना चाहिए.
भी आगे हम देखेंगे। पौलुस कहता है, और मैं चाहता हूं कि तू इन बातों के विषय में दृढ़ता से बोले। चर्च के अंदर गॉस्पल एक बार बोल दिया काफी है ना? फिर क्यों क्रेता के कलीसिया में पौलुस कहता है कि ये वचन तू दृढ़ता से बोल? अरे एक बार उन लोग ने गॉस्पल सुनकर उद्धार पाए वो लोग हैं, फिर की गॉस्पल सुनना है? बहुत सारे लोग सोचते हैं कि पाप से मुक्ति मिलने के लिए तक गॉस्पल की जरूरत है, उसके बाद गॉस्पल का जरूरत नहीं। एब्सोल्युटली रॉन्ग। वी शुड प्रीच गॉस्पल टू आवर सेल्फ डेली। जो चर्च गॉस्पल सेंटर्ड नहीं है, दैट इज नॉट द चर्च ऑफ जीसस क्राइस्ट। यीशु मसीह की कलीसिया सुसमाचार प्रचार करने वाला, सुसमाचार में से सिखाने वाला कलीसिया होगा। प्रेज द लॉर्ड। तो पॉल कहता है कि इन बातों के विषय में दृढ़ता से बोले। व्हाट डज दैट मीन? जब भी तीतोस ये बातें जब भी बोलेगा, लोग शायद इस पर विश्वास नहीं करेगा। उसका 2 का 15 जरा देखिए, वहां पर क्या लिखा है? पूरे अधिकार के साथ ये बात कह और समझ और समझा और सिखाता रहे, कोई तुझे तुच्छ ना जानने पाए। देखे, तीतोस के बातों को सुनकर लोग तुच्छ समझ सकते हैं, इसके लिए तीतोस से बोल रहे तू घबराना नहीं, तीतोस तू बैकफुट में नहीं आना, तू ये बोलने के लिए बंद नहीं करना, बल्कि मैं चाहता हूं कि तू इसे यकीनी तौर से दावा करे। अफर्म स्ट्रांगली, अफर्म द गॉस्पल എംഫാറ്റിക്കലി. नहीं घबरा. പ്രിയരെ നോക്കിക്കേ, 3-ന്റെ 8 വാക്യം. ഈ വചനം വിശ്വാസയോഗ്യമായതുകൊണ്ട് തീത്തോസേ, നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ സുവിശേഷ വചനം വിശ്വാസയോഗ്യമായതുകൊണ്ട് നിനക്ക് ഒപ്പോസിഷൻ ക്രേത്തയിൽ ഉള്ളത് കൊണ്ട് നീ ബാക്ക് ഫുട്ടി പോവരുത് തീത്തോസേ, നീ പിന്മാറി പോവരുത്. ഈ ഒപ്പോസിഷന്റെ മധ്യത്തിലും 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത് പൂർണ്ണ അതോറിറ്റിയോടുകൂടെ പ്രസംഗിക്കണമെന്ന്, പ്രബോധിപ്പിക്കണമെന്ന് പറയുക, പൂർണ്ണ ഗൗരവത്തോടെ ഇത് ചെയ്യണമെന്ന് പറയുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അപ്പോൾ ഒപ്പോസിഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നത്തേക്ക് വരാം. ഫോൾസ് ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഈ വചനത്തേക്ക് ഒപ്പോസ് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്നെ തുച്ഛീകരിക്കും. എന്നതുകൊണ്ട് നീ ബാക്ക് ഫുട്ടിലാകല്ല് ടൈറ്റസ്. ഇത് നീ ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവ് ദൈവസഭയെ ക്രമത്തിലാക്കുന്നതേ സുവിശേഷത്തിൻ്റെ വചനം മുഖം നോക്കാതെ, ആൾക്കാരെ പ്രീതിപ്പെടുത്താതെ ഉറപ്പിച്ച് പറയുന്ന ദൈവദാസന്മാരിൽ കൂടെയാണ് കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത്. പലരും ധരിച്ചിരിക്കുന്നത് സുവിശേഷം എന്നുള്ളത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വരെ മതി, അതിനുശേഷം ഇത് വേണ്ട എന്നാണ് ചിന്തിക്കുന്നത്. നമുക്ക് തെറ്റിപ്പോയി. സുവിശേഷം അനുദിനം നമുക്ക് വേണം. സുവിശേഷങ്ങളിൽ കൂടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുന്നത്. യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ സുവിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് നാം പഠിച്ചിരിക്കണം. പലരും ഇന്ന് പറയുന്നത് സുവിശേഷങ്ങൾ വേണ്ട എന്നാണ്. ഈ ലോകത്തിൽ 33.5 കൊല്ലം ജീവിച്ച യേശു അല്ല നമ്മുടെ മാതൃക, സ്വർഗത്തിൽ പോയ യേശുവാണ് നമുക്ക് മാതൃക എന്നാണ്. സ്തോത്രം. അങ്ങനല്ല, തെറ്റിപ്പോയി.
സുവിശേഷം വിശ്വസിച്ചവർ, ആ വിശ്വസിച്ചവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ഈ സൽപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മാതൃകയാരാ? സുവിശേഷങ്ങളിൽ വ്യക്തമായി വരച്ച് കാണിക്കുന്ന യേശു ക്രിസ്തു ആണ് നമ്മുടെ മാതൃക. അത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും എല്ലാത്തിലും ജീസസ് इज दी एग्जाम्पल. बहुत सारे लोग आज सोचते हैं कि सुसमाचार की जरूरत नहीं है, धरती पर चला हुआ यीशु मसीह नहीं हमारा एग्जाम्पल, स्वर्ग में गया हुआ यीशु मसीह हमारा एग्जाम्पल. प्रियो, हम ऐसे रॉन्ग टीचिंग्स में नहीं आना, बल्कि इस धरती पर 33.5 साल चला हुआ जीसस है हमारा एग्जाम्पल फॉर आवर पर्सनल लाइफ, फॉर आवर फैमिली लाइफ, फॉर आवर मिनिस्ट्री. Jesus is the example. Jesus is the prime and only example to lead a life that is worthy for the Lord. ये गुड वर्क्स के लिए हमको परमेश्वर ने उद्धार दिया, ठीक है. गुड वर्क्स कैसा करेंगे? क्या है ये गुड वर्क्स? लुक एट द लाइफ ऑफ जीसस. അപ്പൊ ഇത് നീ ഉറപ്പിച്ച് പറയണം, ഇത് ഉറപ്പിച്ച് പറയണം, അത് നീ ഭയപ്പെടാതെ പറയണം. പലരും നിന്റെ വായടയ്ക്കും, പലരും നിന്നെ ഭയപ്പെടുത്തും, പലരും പറയും മതി എന്നൊക്കെ പറയും. എന്താ പറഞ്ഞാലും തീത്തോസേ, ഇത് നീ ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പലരും മുഖം വാടും. അതുകൊണ്ടൊന്നും നീ പിന്മാറി പോവരുത് തീത്തോസേ, അത് നീ ഉറപ്പിച്ച് പറയണം. जबी इसे तू दृढ़ता से जबी बोलेगा, when you speak this in confident. By the way, तीतोस को कॉन्फिडेंस किधर से मिला? तीतोस का खुद का नहीं है, इट इज गिवन बाय द लॉर्ड. परमेश्वर ने दिया वो कॉन्फिडेंस. द अथॉरिटी कम्स फ्रॉम द लॉर्ड एंड फ्रॉम द वर्ड. कोई भी प्रभु के दास को खुद में कोई अथॉरिटी नहीं है. दे डोंट हैव एनी स्ट्रेंथ एंड अथॉरिटी इन देमसेल्फ. इट इज डिराइव्ड फ्रॉम द लॉर्ड एंड फ्रॉम द वर्ड. ഒരു ദൈവദാസനും തന്നിൽ തന്നെ ബലമില്ല, അധികാരമില്ല. നമുക്ക് ലഭിക്കുന്ന അധികാരം കർത്താവ് തന്നതും തൻ്റെ വചനത്തിൽ കൂടെയുള്ളതാണ്. അതുകൊണ്ട് നീ ഉറപ്പിച്ചു പറയണം തീത്തോസേ. കാരണം എന്താ? കർത്താവ് നിന്നെ ആക്കി വെച്ചിരിക്കുക അവിടെ. കർത്താവിൻ്റെ വചനം നിനക്ക് തന്നിരിക്കുക. അതുകൊണ്ട് നീ കർത്താവിനെ പ്രസാദിപ്പിച്ച് ഇത് നീ ഉറപ്പിച്ച് പറയണമെന്ന് തീത്തോസിനോട് പറയുക. ഇങ്ങനെ പ്രിയരെ ദൈവസഭയെ കർത്താവ് ക്രമത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ദൈവദാസന്മാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? കർത്താവിൻ്റെ സഭയെ കർത്താവിടുന്ന് പോറ്റി പുലർത്തുവാൻ, അങ്ങനെ ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന, സൗണ്ട് ഡോക്ട്രിൻ കൊടുക്കുന്ന, ഹൈജീനിക് ഫുഡ് കൊടുക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करेंगे हम लोग परमेश्वर से, तीतोस के जैसा, ऐसे प्रभु के दासों के जैसा प्रभु का वचन को कॉन्फिडेंटली. तीतोस को किधर से अथॉरिटी मिला? फ्रॉम द लॉर्ड, परमेश्वर से, और परमेश्वर के वचन से ये अथॉरिटी मिला है. ये अथॉरिटी से प्रचार करने के लिए बोल रहा है. ഇപ്പൊ തീത്തോസെ, എന്തുകൊണ്ട് നീ ഈ കാര്യം ഉറപ്പിച്ച് പറയണം? എന്തുകൊണ്ട് പറയണം? 3 കാരണം. ഒന്ന്, ഈ വിശ്വാസയോഗ്യ വചനമുണ്ടല്ലോ, ഈ സുവിശേഷ വചനം, ഈ രക്ഷയുടെ വചനം, അത് പര്യാപ്തമാണ്. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ്. അതുകൊണ്ട് നീ പറയണം. തീത്തോസിൻ്റെ ലേഖനത്തിൽ ഫോൾസ് ടീച്ചേഴ്സ് ഉണ്ട്. അവരെക്കുറിച്ച് 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവരെ കാണാൻ കഴിയും. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരെക്കുറിച്ച് പറയുന്നത്, അവരുടെ വായെ അടയ്ക്കേണ്ടതാകുന്നു. എങ്ങനെ വായ അടയ്ക്കേണ്ടത്? അവരോട് വഴക്കുണ്ടാക്കിയിട്ടില്ല,
ശരിയായ ഉപദേശം നീ ഉറപ്പിച്ച പറയുമ്പോൾ അവർ വായടയും. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. കണ്ടോ? അപ്പൊ ഇവരെന്തിനാ ഈ കള്ള ഉപദേശം പറയുന്നത്? അവർക്ക് പൈസ വേണം. പൈസയാണ്. ദുരാദായം വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് കുടുംബങ്ങളെ എന്ന് പറഞ്ഞ ഒരു ഹൗസ് ചർച്ചിനെ തന്നെ മറിച്ചു കളയുന്നു. അതുകൊണ്ട് ഇവരുടെ വായ നീ അടയ്ക്കണം. അവർ ദുരാദായം വിചാരിച്ച് ഈ കള്ള ഉപദേശമൊക്കെ പറഞ്ഞ്, എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ഭയങ്കര ക്ലെയിംസാണ്, ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നു. അവരുടെ ഉപദേശത്തിൽ കേട്ട് കഴിഞ്ഞാൽ കുടുംബങ്ങൾ മറിഞ്ഞു പോകും. തീത്തോസെ, അതുകൊണ്ട് ഈ വിശ്വാസയോഗ്യ വചനം നീ പ്രസ്താവിക്കണം. കാരണം രക്ഷയ്ക്കായി ഇത് പര്യാപ്തമാണ്. 2, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നതിനും ഈ വചനം മതിയായതാണ്. അതുകൊണ്ട് നീ പറയണം. 15 तीतुस के 31 अध्याय उसका 8वां वचन में हमने देखा, मैं चाहता हूं कि तू इसे दृढ़ता से बोले। क्यों दृढ़ता से बोलना है? क्योंकि ये क्रेते के कलीसिया में झूठे लोग, झूठे टीचर्स लोग है करके हम लोग देख सकते हैं। उसका 10वां वचन से हम देख सकते हैं ये बात को, क्योंकि बहुत से लोग निरंकुश, बकवादी और धोखा देने वाले हैं, विशेष करके कतना वाले में से। इनका मुंह बंद करना चाहिए। कैसा मुंह बंद करेंगे तीतुस? उनसे लड़ाई करके नहीं, बल्कि प्रभु का वचन को उन्हें सिखाकर उनका मुंह को बंद करना है। अगला लिखा है कि ये लोग नीच कामी के लिए अनिश्चित बातें सिखाकर घर के घर बिगाड़ देते, घरों को ओवरटर्न कर देते, पूरा बिगाड़ देते हैं। मतलब हाउस चर्च को ही पूरा बिगाड़ सकते हैं रॉन्ग टीचिंग। हाँ, और लोग ये क्यों करते हैं? पैसे के लिए करते हैं, नीच कमाई के लिए सब करते हैं। और उसका 16 वचन में लिखा है कि ये वे कहते हैं कि हम परमेश्वर को जानते हैं, पर अपने कामों से उसका इनकार करते हैं। इसके लिए तीतुस, ये वचन, ये गॉस्पल का मैसेज यू शुड स्पीक कॉन्फिडेंटली बिकॉज इट इज सफिशिएंट। नंबर 1 रीजन क्यों कॉन्फिडेंटली प्रचार करना है? क्योंकि ये पर्याप्त है, सफिशिएंट है। किसके लिए सफिशिएंट है? उद्धार देने के लिए। और दूसरा, उद्धार मिले हुए लोगों को भले भले काम में उन्हें सामर्थ्य देने के लिए ये वचन पर्याप्त है, ये वचन सफिशिएंट है। इधर देखिए, फॉल्स टीचर्स घरों को उल्टा गिरा देते हैं। तो तीतुस से कहता है, तो अपना वचन, ये सुसमाचार का वचन से लोगों को तो सीधा कर सकता है। लोगों को उद्धार देने के लिए ये वचन पर्याप्त है, सफिशिएंट है, और भले भले काम करने के लिए उन्हें पर्याप्त वचन है ये सुसमाचार का वचन। अगला जो है, क्यों टाइटस इससे दृढ़ता से बोल रहा है? दूसरा रीजन, इट इज द पावर ऑफ गॉड प्रॉफिटेबल फॉर गॉडली लिविंग। രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തീത്തോസ് ഇത് ഉറപ്പിച്ച് പറയേണ്ടതിന്റെ രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ജീവിതം ജീവിക്കുവാനുള്ള ദൈവശക്തിയാണ് ഈ വിശ്വാസ വചനം. ഈ വിശ്വാസയോഗ്യ വചനം എന്നെയും നിങ്ങളെയും കർത്താവ് ആഗ്രഹിക്കുന്ന ഭക്തിയോടുള്ള ജീവിതം ജീവിക്കുവാൻ ദൈവശക്തിയാണ്. അത് കള്ള ഉപദേശം അവനില്ല. ഈ കള്ള ഉപദേഷ്ടന്മാർക്ക് ഈ ശക്തിയില്ല. അവർ ദൈവത്തെ അറിയുന്നു എന്ന് അവർ വാദിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തികളില്ലാത്ത, പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയാത്തവർ സമൂഹത്തിലുള്ളപ്പോൾ തീത്തോസെ, നീ ഇത് ഉറപ്പിച്ച് പറയണം. ഇത് ഉറപ്പിച്ച് പറയുമ്പോൾ ഇതിൻ പ്രകാരം ജീവിക്കുവാൻ, ഭക്തിയോടെ ജീവിക്കാൻ കർത്താവ് കൃപ കൊടുക്കും. അതുകൊണ്ട് നീ ഉറപ്പിച്ച് പറയണം.
It is the power of God. Second reason, it is the power of God profitable for godly living. देखिए, झूठे भविष्यवक्ता ने तो झूठे टीचर्स लोग क्या करते हैं, ये कहते हैं कि हम परमेश्वर को जानते हैं, लेकिन अपने कामों से उसको इनकार करते हैं। उनके लाइफ ट्रांसफॉर्मेशन नहीं हुआ है क्योंकि दे आर टीचिंग फॉल्स। उसमें किधर है पावर ऑफ गॉड? लेकिन टाइटस, तो ये गॉस्पल का वचन जो विश्वास योग्य वचन है, तो इसे दृढ़ता से बोल, क्योंकि इट इज अ पावर ऑफ गॉड। ये परमेश्वर का सामर्थ्य है हमें പവിത്ര ജീവൻ ജീനെ के लिए. तीसरा റീസൺ, മൂന്നാമത്തെ കാരണം, ഇവരുടെ വായടയ്ക്കണമെന്ന് 1-ാം അധ്യായത്തിൻ്റെ 9-10 നമ്മൾ വായിച്ചല്ലോ. എങ്ങനെ വായടയ്ക്കുന്നത്? ഈ യോഗ്യമായിരിക്കുന്ന വചനം നീ ഉറപ്പിച്ച് പ്രസ്താവിക്കുമ്പോൾ, ഈ ദുരുപദേശം കൊണ്ട് കുടുംബങ്ങളെ മറിച്ച് കളയുന്ന ഈ ഉപദേശത്തെ പ്രസ്താവിക്കുന്നവരുടെ വായടഞ്ഞു പോകും. അതുകൊണ്ട് നീ പിന്മാറിപ്പോകാതെ നീ ഉറപ്പിച്ചത് പ്രസ്താവിക്കണമെന്ന് പറയുക. तीसरा रीजन, ये क्यों ये दृढ़ता से बोलना है टाइटस? क्योंकि हमने तीतुस के खत 1 अध्याय उसका 9 और 10 में हमने देखा, स्पेशली 10वां वचन में हमने देखा कि उनका मुंह को बंद करना चाहिए. उनके मुंह को कैसा बंद करेंगे? उनका मुंह बंद नहीं करेगा तो क्या होगा? परिवारों को गिरा देंगे ये लोग. इसके लिए टाइटस ये विश्वास योग्य वचन को तू कॉन्फिडेंटली बोल, ताकि उनके मुंह क्या हो जाए? बंद हो जाए. It is sufficient. Number 1, it is a power of God, profitable for godly living. Number 3, when you stress these things, ये जो empty talkers है, ये जो झूठे टीचर्स है, उनके मुंह को बंद कर सकता है. अंधेरे में पड़े हुए लोगों को उधर नहीं जाओ, इधर नहीं जाओ, वो नहीं छुओ बोलने से बेहतर ऑन द लाइट ऑन करो. लाइट ऑन करेगा तो क्लियर हो जाएगा, अंधेरा दूर हो जाएगा. ऐसा सुधार लेके आने कलीसिया में करके പോൾ തീത്തോസെ കയറ. അപ്പം 3 കാര്യം നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ വിശ്വാസയോഗ്യ വചനം ഉറപ്പിച്ച് പ്രസ്താവിക്കേണ്ട കാരണം എന്താ? 1, ഇത് പര്യാപ്തമാണ്, ഈ സുവിശേഷ വചനം പര്യാപ്തമാണ്. 2, ഭക്തിയോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ ശക്തിയാണ്. 3, ഈ ദുരുപദേശം പറഞ്ഞ് കുടുംബങ്ങളെ മറിക്കുന്നവരുണ്ടല്ലോ, അവരുടെ വായടയും നീ ഇത് പ്രസ്താവിക്കുമ്പോൾ. അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്, അതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന് പറയുക. ഇരുട്ടിൽ കിടക്കുന്ന തപ്പിത്തടഞ്ഞ് നടക്കുന്നവരോട് അവിടെ തുടരുത്, ഇവിടെ പോകരുതെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് അങ്ങ് ഓണാക്കുക. ലൈറ്റ് ഓണാക്കുമ്പോൾ എന്ത് പറ്റും? തപ്പിത്തടയുന്നത് മാറും. പിന്നെ അവർക്ക് വ്യക്തമായി കാണുവാൻ ഇടയായി തീരും. ഇതുപോലെ ക്രമത്തിൽ കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ വചനം പൗലോസ് തീത്തോസിനോട് പറയുകയാണ്. അപ്പോൾ 8-ാം വാക്യമാണ് നമ്മൾ ഇന്ന്. അതിലെ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി. 8वां वचन की कुछ बातों को हमने देखा. आने वाले दिनों में इस वचन से, 8वां वचन से आगे प्रभु की आत्मा में सिखाए. मे द लॉर्ड ബ്ലസ് യു. വരും ദിവസങ്ങളിൽ ഈ 8-ാം വാക്യത്തിൽ നിന്ന് മുൻപോട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ധ്യാനിക്കുവാൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്താൽ അനുദിനം നമ്മളെ പോഷിപ്പിക്കുമാറാകട്ടെ. प्रभु का वचन से परमेश्वर अच्छा चरवा में चराते जाए. प्रार्थना करेंगे. गॉड ब्लेस यू ऑल.